ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അമ്മേനെ പരിചയപ്പെടുത്താം. അമ്മേനെ കുറേ നാളെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് അമ്മേനെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എനിക്ക്. അപ്പോൾ അമ്മേൻ്റെ കുറച്ച് നേരം വർത്തമാനം ഹായ് പറയും. അമ്മേനെ അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളങ്ങനെ കൊണ്ടുവരാറില്ല, ഇടയ്ക്കൊക്കെ കൊണ്ടുവരാറുള്ളൂ. പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ? ഇടയ്ക്കൊക്കെ ഞങ്ങൾ വരാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, എന്നെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറയേ. നല്ല കാര്യങ്ങളൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റിട്ട് വിളക്ക് വയ്ക്കും, അമ്പലത്തിൽ പോവും, അങ്ങനെയൊന്നുമില്ല പറയാ. ഒന്നുമില്ല. ഞങ്ങളുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഓരോരുത്തർക്ക് ചോദിക്കാറുണ്ട് നമ്മുടെ വീട് പണിയുടെ കാര്യമൊക്കെ. അപ്പോൾ വീട് പണി ഇങ്ങനെ ഒരു വർഷമായില്ലോ അമ്മ? ഒരു വർഷം 1.5 വർഷം അറിയാം ഞങ്ങള് വീട് പണി. ഞങ്ങൾ മെല്ലെ മെല്ലെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ മെയിൻ വർപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ വയറിങ്ങിന്റെ പണി ഓക്കെ കഴിഞ്ഞു. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോയാടാ. യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്ടാവുമെന്ന് അറിയോ? ഞാൻ കുറേ പേര് കാണും. ചിലർ നല്ല കമന്റ് അടിക്കും, ചിലർ എന്തെങ്കിലും മോശം കമന്റ് അടിച്ചിട്ടുണ്ടാവും. ചിലർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലത് മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ വരും ഇതില്. മനസ്സിലാവണ്ട ഏകദേശം ഞങ്ങളത് റെൻ്റഡ് കേട്ടോ. ഞാൻ ഓൾറെഡി വീടൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ കേടാ. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നു ഞാൻ പറയുന്നില്ല. സംടൈംസ് ഞാൻ വീഡിയോ ഇടാണ്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പല കാര്യങ്ങളും കുറിച്ചിട്ട് ഞാൻ പ്രണയിച്ച സമയത്ത് എൻ്റെ പ്രണയം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടാ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? പ്രണയം പൊട്ടിയപ്പോഴും ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാ? അതങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇന്നല്ല സംസാരിക്കണ്ടല്ലേ ഉണ്ടാ? സംസാരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പലതും ഒതുക്കിയിട്ടാണ് പറയാറ്. ലാസ്റ്റ് ടൈം ആ കുട്ടീനെ കോള് വിളിച്ചു കഴിഞ്ഞപ്പോൾ മാമ സംസാരിച്ചില്ലേ, അച്ഛൻ സംസാരിച്ചില്ലേ, എൻ്റെ ചേച്ചിയും ചേട്ടന്മാരും എല്ലാവരും സംസാരിച്ചത്. അപ്പം ഞാൻ വഴക്കിട്ടിട്ട് നിർത്തുക എന്നുള്ളതിനും കൂടുതൽ വഴക്ക് എന്താ പറയുക, ഒരു എൻ്റെപ്പായപ്പോഴും ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ ഒരു പൂരത്തിൻ്റെ അന്ന് നമ്മൾ വിളിച്ച് കോള ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വഴക്കിട്ടിട്ടില്ല എന്നല്ല. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഒരുപാട് പേര് കമൻസിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണൊക്കെ ആകുമ്പോൾ എന്താ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ആ സ്റ്റോറി നമ്മളവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട് പണി, വേറെ തിരക്കുകൾ, ലോണ്, ബിസി, അങ്ങനെ EMI കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വഴികൾ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് ഇടയ്ക്ക് വീഡിയോ ഇടും. വീട് പണിയുടെ കാര്യമാണ് മെയിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു നല്ലതെന്ന് പറയുന്നതും എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ചെയ്യണ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് സന്തോഷത്തോടെ ചെയ്യണ കാര്യങ്ങളിൽ ഒന്നാണ് വീട് പണി. അല്ലേ? അമ്മ ഇപ്പോൾ പണിക്കൊന്നും പോകണില്ല, അമ്മ വീട്ടിൽ തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇപ്പം റെൻ്റ് എടുത്തേക്കുക. നമുക്ക് 3,500 ഏകദേശം റെൻ്റ് വരിക. ഞങ്ങളുടെ വീട് ഇതിന് തൊട്ടടുത്താണ് വീട് പണി നടക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ പണി നടക്കുന്നത്. അത് കാരണം ഇവിടെ റെൻറ്റിന് കിട്ടി. അതുകൊണ്ട് കുറച്ച് സൗകര്യം കാര്യങ്ങളൊക്കെയാണ്. ആ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ പോയിട്ട് വരാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇങ്ങനെ ചെയ്യണം, എന്ത് കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. കാണാൻ പറയും കണ്ടു നോക്ക്, ഇഷ്ടമാവോ നോക്കി നോക്ക്. എനിക്കറിയാം ഞാൻ പറയണ കാര്യങ്ങൾ ചിലതൊക്കെ റിപ്പീറ്റേഷനാണ്. ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ ഞാൻ മറുപടി ഉള്ളിലൊതുക്കുന്നു. എത്ര പേരുടെ അമ്മേനാണ്ടുണ്ടെന്ന് എനിക്കറിയില്ല. അമ്മയായിട്ട് ഞാൻ ഇപ്പം അടുത്തൊക്കെയാണ് കണക്ഷൻ ആവണത്. അല്ല മാമ, ഞങ്ങൾ നല്ല തല്ലൂടും. തല്ലൂടും. വീട്ടിൽ നിന്ന് ചോറിനാണ്ട് പോവും. തല്ലൂടി കഴിഞ്ഞാൽ മെയിനായിട്ട് പരിപാടി ചെയ്തുണ്ടാവുക. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, പുറത്തുനിന്ന് പിന്നെ ഒരു നേരയ്ക്കും ഭക്ഷണം കഴിക്കുക, നല്ലതായിട്ട് മെലിയും. അമ്മയായിട്ട് ഞാൻ അങ്ങനെ കണക്ഷൻ ആവണേക്കാളും കൂടുതൽ അമ്മയുടെ കൂടുതലും ഉണ്ടായിരുന്നത് ഇന്ദിര കുറേ നാളായി. ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ അമ്മയായിട്ടായിരുന്നു കൂടുതൽ കണക്ഷൻ ആയിരുന്നു. പക്ഷെ അമ്മ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. എനിക്കിപ്പോൾ ആരെങ്കിലും വർത്തമാനം പറയാനും അമ്മയ്ക്ക് ആരെങ്കിലും വർത്തമാനം പറയാനും ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ എറണാകുളത്ത് ജോലിക്ക് പോയേക്കുക. അപ്പോൾ നമ്മളിവിടെ 2 പേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങളിടയ്ക്കൊക്കെ അങ്ങോട്ടും പുറത്തേക്കൊക്കെ പോവും. പിന്നെ അങ്ങനത്തെ വീഡിയോസൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് ഉറപ്പൊന്നുമില്ല. ബട്ട് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് നമ്മൾ
അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറ്റണ സമയത്ത് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാട്ടാ. ആ മേമാന്നാ വിളിക്കുക. ഞാൻ മേമനെ മേമെന്നാന്ന് എന്താ വിളിക്കണേ? എന്ത് മേമാന്ന് വിളിക്കണേ? എന്താ കാരണം മേമാന്ന് വിളിക്കാൻ? ആ ഒക്കെ ശരിക്കും അറിയത് എങ്ങനെയാ? ചേച്ചിയുടെ മക്കള് വിളിക്കുന്ന കേട്ടിട്ട് മക്കള് രണ്ടാളും അമ്മാന്ന് വിളിക്കാറില്ലേ? അമ്മയുടെ അമ്മേനെയാണ് അമ്മാന്ന് വിളിക്കുക. എല്ലാവരും ചേട്ടന്മാരും എല്ലാവരും അമ്മാന്ന് വിളിക്കും. അതായത് വല്യമ്മയുടെ മക്കളുണ്ടാവില്ല, അമ്മയുടെ ചേച്ചിയുടെ മക്കള്, അവരിവിടെ വെക്കേഷൻ വന്ന് നിൽക്കും. വെക്കേഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മള് കുഞ്ഞിന്ന് വളർന്നു വരുന്ന സമയമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് അവര് വന്ന് നിൽക്കുമ്പോ അവര് അമ്മേനെ മേമാന്ന് വിളിക്കും, ഞങ്ങളും അമ്മേനെ മേമാന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ സ്വന്തം അമ്മയുടെ അമ്മേനെ അമ്മാന്ന് വിളിക്കാൻ തുടങ്ങി. എന്നെ ഓർക്കുമ്പോഴേ എന്ത് കാര്യം ആദ്യം ഓർക്കുക? ഞാൻ ചെയ്ത തെറ്റുകളാണോ, ഞാൻ ചെയ്ത ശരികളാണോ, എന്താ ഓർക്ക എന്നെ ഒക്കെ അറിയിക്കുമ്പോ എന്ത് കാര്യം വരിക? എന്നെ കുറിച്ച് ആലോചിക്കുമ്പോ മക്ക എന്നെ അങ്ങോട്ട് പറയുമ്പോ ഒന്നുമില്ലേ? അമ്മ അങ്ങനെയതല്ല കേട്ടാ. വീഡിയോ എടുക്കണ എന്റെ വർത്തമാനം പറയത്ത എന്ത് പറയും? എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടാവല്ലോ, എന്തെങ്കിലും. ഒന്നുമില്ല. ജീവിതത്തിൽ നല്ലൊരു കാര്യം എന്തെങ്കിലും പറയാനുള്ളത്? പറയാ എന്തെങ്കിലും ഇല്ല? ഒന്നുമില്ലേ പറയാൻ വേണ്ടിട്ട്? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയില്ല. ഇവിടെ ഡാൻസ് കളിക്കുന്നു കേട്ടാ, കുമ്പോടം കളിക്കുന്നു. അതാരാ പഠിപ്പിച്ചെന്നാ എനിക്ക്? ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. ആ കരകാട്ടം, കാവടിക്കൊക്കെ എന്താ പറയാ, നോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് താഴ്ത്തി വെച്ചിട്ട് കൺപീലി കൊണ്ട് എടുക്കേ, കണ്ണോണ്ട്. ആ അങ്ങനെ എടുക്കണ പരിപാടിയൊക്കെ അമ്മയ്ക്കറിയാം, അറിയാമായിരുന്നു കേട്ടാ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വേറെ ആൾക്കാരൊക്കെ പറയാനായിട്ടുണ്ട്. ഹിന്ദുക്ക് തരാവുപോയി